മാഷാ അല്ലാഹ്, അഖിലുസുന്നയുടെ നല്ലൊരു പ്രഭാഷണം പേരോട് ഉസ്താദ് നടത്തുന്നെന്ന് കേട്ടു നോക്കൂ. വലിയ അത്ഭുതം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ദജ്ജാൽ എന്ന് പറഞ്ഞിട്ട് വരാൻ പോകുന്ന. ഇപ്പൊ കുറെ ദജ്ജാലുകൾ ഉണ്ട്. അതിന്റെ വലിയ നേതാവ് ലാസ്റ്റാ വരിക. ആ ദജ്ജാല് വന്നിട്ട് അത്ഭുതങ്ങൾ കാണിക്കും. അത്ഭുതം കാണിച്ചിട്ട് സാധാരണക്കാരെ പറ്റിക്കുക എന്നുള്ളത് പിഴപ്പിക്കുന്ന കക്ഷികളുടെ സ്വഭാവമാണ്. അതാണല്ലോ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചത്. എന്റെ ഉസ്താദ് അബുൽ ഹമാഇൽ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഞങ്ങൾ ഒരു പള്ളിയിൽ കയറി. അവിടെ ദിക്ർ ഹൽഖ നടക്കുകയാണ്. ആ ദിക്ർ ഹൽഖ സുന്നത്ത് ജമാഅത്തിന്റെ ദിക്ർ ഹൽഖയാണ്. എന്നാൽ സുന്നികളായ ആളുകളെ അത്ഭുതം കാണിച്ച് പറ്റിക്കാൻ വേണ്ടി വ്യാജത്വരീഖത്തുകാരും ദിക്ർ നടത്തും, വ്യാജത്വരീഖത്തുകാരും മൗലിദ് നടത്തും, അങ്ങനെ പലതും നടത്തും. അപ്പോൾ പള്ളിയുടെ അങ്ങൊരു മൂലയിൽ ഒരു വ്യാജൻ അദ്ദേഹത്തിന്റെ കുറെ അത്ഭുതങ്ങൾ കണ്ട് അദ്ദേഹത്തിന്റെ പിന്നാലെ പെട്ടുപോയ കുറെ ജാഹിലീങ്ങൾ ഉണ്ട്. ആ ജാഹിലീങ്ങളെ അത്ഭുതത്തിലൂടെ പറ്റിച്ച് അദ്ദേഹത്തിന്റെ ദിക്റിന്റെ സദസ്സിൽ പങ്കെടുപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം മഹാനായ സുന്നത്ത് ജമാഅത്തിന്റെ നേതാവായ ശരിയായ ശൈഖായ അബുൽ ഹമാഇൽ റളിയല്ലാഹു അൻഹു ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഫഖീഹൻ വസൂഫിയൻ ഫകുൽ ലൈസ വാഹിദ. മോനെ, നീ നല്ല വിവരമുള്ള പണ്ഡിതനാകണം, അതോടുകൂടെ തന്നെ ആത്മീയ ചൈതന്യമുള്ളവനാകണം, സൂഫിയുമാകണം, ഫഖീഹുമാകണം. ലൈസ വാഹിദ, നീ വിവരമില്ലാത്ത ആത്മീയതയുള്ളവൻ എന്ന നിലക്കായി പോകരുത്. അതേപോലെ തന്നെ നീ വിവരം കുറെ ഉണ്ട് പക്ഷേ ആത്മീയതയില്ല, അങ്ങനെയും ആയി പോകരുത്. ഇന്നീ വഹഖില്ലാഹി ഇയ്യാക അൻസഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മുൻനിർത്തി ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പാടിയില്ലേ, ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്. അതേ ഫഅലീക ഖാസിൻ ലം യനൽ ഖൽബുഹു തുഖാ. ഓ സഹോദരന്മാരെ, അതേ സമയത്ത് കുറെ വിവരമുണ്ട് പക്ഷേ ഞാനൊരു വലിയവനാണെന്ന തോന്നലാണ്, അല്ലെങ്കിൽ അസൂയയാണ്, വിദ്വേഷമാണ്, വൈരാഗ്യമാണ്, അല്ലെങ്കിൽ ഗീബത്തും നമീമത്തും പറഞ്ഞ് നടക്കുകയാണ്, അല്ലെങ്കിൽ ഫസാദ് ഉണ്ടാക്കി നടക്കുകയാണ്, ആളുകളെ ഈമാൻ തെറ്റിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള വിവരമുള്ളവനായാലോ അവനെ സംബന്ധിച്ചാണ് ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞത്, അവന്റെ മനസ്സ് തഖ്വ, അവന്റെ മനസ്സ് എത്തിച്ചിട്ടില്ല, തഖ്വയില്ല, വിവരമുണ്ട്. എന്നാൽ അതേ അദ്ദേഹത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. അതേ സമയത്ത് ചില ഓപ്പിരാട്ടികളും ചില ശൈത്താനെ സേവിക്കുന്ന പരിപാടികളുമൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ ശൈത്താനെ സേവിച്ചുകൊണ്ട് ചില അത്ഭുതങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ട് അതേ വിവരമില്ലാതെ ആത്മീയതയാണെന്ന് കാണിച്ച് ആളുകളെ പറ്റിക്കുന്ന സൂഫി ചമയുന്നവൻ, അത്തരം ആളുകളെ പറ്റി ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞു, അതേ അവൻ ജാഹിലാണ്, വിവരമില്ലാത്തവനാണ്. കൈഫ യസ്ലുഹു, അവനെങ്ങനെ നന്നാകാനാണ്? അവന് സ്വന്തം നന്നാകാനും കഴിയില്ല, നന്നാക്കാനും കഴിയില്ല. കാരണം വിവരം തീരെ ഇല്ല. എന്നാൽ പിന്നെ വിവരമില്ലെങ്കിലും തിരക്കേടില്ലായിരുന്നു. വിവരമുള്ളവർ പറയുന്നത് അംഗീകരിക്കുമെങ്കിൽ അതിനും തയ്യാറല്ല. അവൻ തന്നെ വലിയ വിവരമുള്ളവനാണെന്ന നാട്യമാണ്. അങ്ങനെയുള്ളൊരു വ്യാജനുണ്ട പള്ളിയില്. അവന്റെ സദസ്സിലുണ്ട് കുറച്ചാളുകള്. അബുൽ ഹമാഇൽ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത സങ്കടം. കുറച്ചാളുകൾ അവന്റെ കെണിയിൽ പെട്ടുപോയല്ലോ, വ്യാജന്റെ കെണിയിൽ പെട്ടുപോയല്ലോ.
സുഹൃത്തുക്കളെ, ആലിമീങ്ങൾ അങ്ങനെയല്ലേ? ആലിമീങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്? എല്ലാവരുടെ ഈമാനും സംരക്ഷിക്കപ്പെടണം. ആരും ഇവിടെ പിഴച്ചു പോകാതെ, പിഴച്ചു പോയവരുണ്ടെങ്കിൽ തന്നെ അവരുടെ തെറ്റുകൾ തിരുത്തപ്പെടണം. അതുപോലെ ആരും പിഴച്ചു പോകാതെ ഈമാനോടെ എങ്ങനെയെങ്കിലും മരിച്ചു കിട്ടണം. അതിനുവേണ്ടിയല്ലേ ആലിമീങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നത്? അതിനല്ലേ ചിത്താരി ഉസ്താദ് അധ്വാനിച്ചത്? അതിനല്ലേ കാന്തപുരം ഉസ്താദ് അധ്വാനിച്ചത്? അതിനല്ലേ താജുൽ ഉലമയും നൂറുൽ ഉലമയും ഒക്കെ അധ്വാനിച്ചത്? അതിനല്ലേ നമ്മുടെ പണ്ഡിതന്മാർ ഇന്നും അധ്വാനിക്കുന്നത്? ഓ സുഹൃത്തുക്കളെ, ആളുകളെ ഈമാൻ സംരക്ഷിക്കണം. ആളുകൾക്ക് ഈമാനും തഖ്വയും ഉണ്ടാകണം. അങ്ങനെ ചിന്തിക്കുന്ന അബുൽ ഹമായിൽ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത സങ്കടം. അവന്റെ കെണിയിൽ, ആ വ്യാജന്റെ കെണിയിൽ കുറെ ആളുകൾ പെട്ടുപോയല്ലോ. അല്ലാഹ്, വ്യാജന്റെ പരിപാടിയോ ഈ യഥാർത്ഥ ശൈഖായ അബുൽ ഹമായിൽ തങ്ങളുടെ ഈ ദിക്റിന്റെ പരിപാടി കഴിഞ്ഞിട്ടും വ്യാജന്റെത് കഴിഞ്ഞിട്ടില്ല. വ്യാജന് നീണ്ട ദിക്റാണ്. അബുൽ ഹമായിൽ റളിയല്ലാഹു അൻഹു അപ്പോൾ തോന്നി അവനെ ഒന്ന് പള്ളിയിൽ നിന്ന് പുറത്താക്കണം. വ്യാജന്മാരെ വെച്ച് പൊറപ്പിച്ചാൽ പറ്റൂലല്ലോ. അതെ, ഇവന്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്കൊന്ന് തിരിയണമല്ലോ. മഹാനായ അബുൽ ഹമായിൽ തങ്ങൾ ചിന്തിക്കുന്നു, അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് കറാമത്തുണ്ടല്ലോ. ആ കറാമത്ത് മുഖേന അവര് ചിലപ്പോൾ നിർജീവ വസ്തുക്കളോട് നീ ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിർജീവ വസ്തുക്കൾ തന്നെ അവരെ അനുസരിക്കുമല്ലോ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഅ്ജിസത്തായി നമുക്കറിയാം. ജഅത് ലിദഅവതിഹിൽ അസ്ജാറു സാജിദതൻ തംശി ലൈഹി അലാ സഖിം ബിലാ ഖദമി. മരത്തെ വിളിച്ചപ്പോൾ മരം വന്നിട്ടുണ്ട്. നബി തങ്ങളുടെ ശരീരത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോൾ ഉണങ്ങിയ ഈത്തപ്പനയുടെ കഷ്ണം പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ടല്ലോ. മഹാനായ അബുൽ ഹമായിൽ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ കാലിന് ധരിക്കുന്ന മെഴുകടിയുണ്ട്. ആ മെഴുകടിയോട് പറയണം, നീ പോയിട്ട് ആ വ്യാജനായ ശൈഖിനെ, അദ്ദേഹം ശരിയില്ലെങ്കിൽ നീ പോയിട്ട് അടിച്ചോടിക്കൂ പള്ളിയിൽ നിന്ന് എന്നൊരു ഓർഡർ കൊടുത്തപ്പോൾ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, ഉസ്താദിന്റെ ഓർഡർ കിട്ടിയപ്പോൾ ആ മെഴുകടി അതാ ഓടിച്ചെന്ന് അടിച്ച് ആ വ്യാജന പള്ളിയിൽ നിന്ന് പുറത്താക്കുന്നു. അവന്റെ ചെപ്പടി വിദ്യകളും പിശാചിനെ സ്വാധീനിച്ചുകൊണ്ട് നടത്തുന്ന അവന്റെ അത്ഭുതങ്ങളൊന്നും തന്നെ ശരിയായ കറാബത്തിന്റെ മുമ്പിൽ നേരിടാൻ കഴിഞ്ഞില്ല. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ ദജ്ജാല് വന്നിട്ട് പല അത്ഭുതങ്ങളും കാണിക്കൂലേ? ആ ദജ്ജാല് അവസാനം ഒരു വലിയ മഹത് വ്യക്തിയെ അറുത്തുകളയും എന്ന് സഹീഹുൽ ബുഖാരിയിൽ ഉണ്ട്. ആദ്യം അറുത്താൽ അത് കഴുത്ത് മുറിയും, അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹം ഹയാത്താക്കി കാണിക്കും. അവിടെ അവനല്ലടോ ഹയാത്താക്കുന്നത്, അള്ളയാണ്. അവിടെ അവനെയാണ് അല്ലാഹു തആല നിമിത്തമാക്കിയത്. ഇത് മാത്രം നിമിത്തം എന്നതിലപ്പുറം ആർക്കും ഇവിടെ ഒന്നുമില്ല. കാരണം അതിലപ്പുറം ഒന്നുമില്ല. മുഴുവനും സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. അദ്ദേഹത്തെ ഹയാത്താക്കുന്നു. ഹയാത്തായി കഴിഞ്ഞാൽ വീണ്ടും ഞാനാണ് ദൈവം എന്ന് സമ്മതിക്കണം എന്ന് പറയുമ്പോ അങ്ങനെ പറ്റുമോ? ദൈവം പടച്ചവൻ മാത്രമല്ലേ? പടച്ചവനല്ലാത്തവനെ ദൈവം എന്ന് പറയാൻ പറ്റുമോ? ഈ കണ്ണും മൂക്കൊക്കെ ഉള്ള ഈ ഒറ്റക്കണ്ണൻ എങ്ങനെ ദൈവാകുക? സുബ്ഹാനല്ലാഹ്. വിവരമില്ലാത്ത ജലന് എന്തെല്ലാമാണ് പറഞ്ഞു കൂട്ടുന്നത്. കറാമത്തിങ്ങനെ കാണുമ്പോ അള്ളയാന്ന് തോന്നിപ്പോകൂന്നൊക്കെ പറഞ്ഞാൽ ഇന്നാലില്ല. ഈ കണ്ണു മൂക്കല്ലുള്ള മനുഷ്യൻ അള്ളയാന്ന് തോന്നിയേ? എന്താണ് മനുഷ്യൻ വിവരക്കേടിനൊരു ഒരു പരിധി വേണ്ടേ? ഓ സഹോദരന്മാര്, ഈ ദജ്ജാല് ഈ അത്ഭുതം കാണിച്ചാൽ അദ്ദേഹം നന്നായി സ്ഫുടമായി പറയും, നീ കള്ള ദജ്ജാലാണടാ, നിന്നെ പറ്റി അള്ളാന്റെ റസൂൽ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, നീ കള്ള ദജ്ജാലാണ്.
അപ്പോൾ പിന്നെ വീണ്ടും അദ്ദേഹത്തെ അറുക്കാൻ വേണ്ടി അവൻ കത്തിയെടുക്കുന്നു. കഴുത്തിൽ കത്തി വെച്ച് അവനതാ അമർത്തുന്നു. പക്ഷേ മുറിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ കത്തിക്ക് മുറിക്കാൻ യഥാർത്ഥത്തിൽ കഴിവില്ല. അല്ലാഹുവാണ് മുറിവിനെ സൃഷ്ടിക്കുന്നവൻ. കത്തി ഒരു കാരണം മാത്രമാണ്. ആ മരുന്നാണ് നിയന്ത്രിച്ചത് എന്ന് പറഞ്ഞാൽ മരുന്നൊരു കാരണമാണ് എന്നാ, അല്ലാതെ ശിഫയെ പടച്ചത് മരുന്നാണ് എന്നല്ല. ശിഫയെ പടക്കുന്നവൻ അല്ലാഹുവാണ്. എല്ലാം സൃഷ്ടികളെല്ലാം കാരണങ്ങൾ മാത്രമാണ്. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ.